സിലോവാം ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ പിന്നെ പോയത് ഷില്ലോങ് സെമിനാറിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത 2 ബ്രദേഴ്സ് ഷില്ലോങ് സെമിനാറിൽ പഠിക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. ഞങ്ങളെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇത് അവരുടെ സെമിനാറിൻ്റെ ഫ്രണ്ടിൽ ഇടവക പള്ളിയുണ്ട്. ഇതാണ് ഷില്ലോങ് സെമിനാരി. വളരെ നല്ല ഒരു സെമിനാരി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒരു ചാപ്പൽ. കണ്ട എന്ത് രസമാണ് കാണാനായിട്ട്. ചാപ്പലല്ല, പറഞ്ഞൊന്നും അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചാപ്പലും പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഡോൺ ബോസ്കോ മ്യൂസിയം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കാൻ പറ്റും. അവരുടെ ഇപ്പോൾ ചൈനയിലത്തെ വേഷവിധാനങ്ങൾ, ബംഗ്ലാദേശിലെ വേഷവിധാനങ്ങൾ, മ്യാൻമറിലെ വേഷവിധാനങ്ങൾ, നേപ്പാൾ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇതൊരു സ്പേസ് ഗാലറിയാണ്. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നു. കൂടുതൽ നോർത്ത് ഈസ്റ്റ് കൾച്ചർ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോൺ ബോസ്കോ മ്യൂസിയം നമുക്ക് ഉപകാരപ്പെടാം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ നമുക്കിതൊരു 7 കുദാശകളുടെ ഒരു ചിത്രീകരണമാണ്. ഭയങ്കര ഇഷ്ടമായി എനിക്കത്. അല്ലേ, നമ്മുടെ ശരിക്കും വളരെ മനോഹരേ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ എളുപ്പമല്ലോ. ഓരോ കുദാശകളും മാമോദീസ, സൈർലേപനം, കുർബാന, കുംഭസാര, രോഗിലേപനം, തിരുപ്പട്ട, വിവാഹം, അങ്ങനെ തുടങ്ങി 7 കുദാശകളും. പിന്നെ നമ്മുടെ ഡയോസിസ് പിന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നമുക്കവിടെ കാണാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ മനുഷ്യൻ്റെ ഒരു എവല്യൂഷൻ നമുക്ക് അവർ നന്നായിട്ട് അതിനെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഓർത്ത് കണ്ട് പഠിക്കാനൊക്കെ ഒത്തിരി എളുപ്പമാണ്. അതിന് ശേഷം ഞങ്ങൾ പോയത് ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ ഫേസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അവർ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കുന്നത് കാണിക്കുന്ന ഒരു ഗാലറി ആയിരുന്നു അത്. പിന്നെ അവരുപയോഗിക്കുന്ന വീട്ടുപയോഗ സാധനങ്ങൾ, പിന്നെ അവർ ചെയ്ത ജോലികൾ എന്തൊക്കെയാണ്, ഓരോ സ്ഥലങ്ങളിലുള്ളവർ നോർത്ത് ഈസ്റ്റിൽ കൂടുതൽ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നോർത്ത് ഈസ്റ്റ് കൾച്ചർ ഇങ്ങനെ കണ്ട് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അവർ ചെയ്യുന്ന ജോലികൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനും കാണാനും അറിയാനൊക്കെ സാധിച്ചു കേട്ടോ. വളരെ വലിയൊരു മ്യൂസിയമാണിത്. ഇത് അവരുപയോഗിക്കുന്ന ആയുധങ്ങളാണ് കേട്ടോ. അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ ഇത് ഓരോ സ്ഥലത്തെ ഡ്രസ്സുകൾ, ഓരോ സ്ഥലത്തെ പല ഡ്രസ്സുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓരോരോ സ്ഥലങ്ങൾ അവരുപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ചെറിയൊരു ചിത്രീകരണമാണ്. അങ്ങനെയാണ് ഡോൺ ബോസ്കോയുടെ ജീവിതം എന്ന് കാണിക്കുന്ന ഒരു ചിത്രീകരണം. ഇതാണ് കേട്ടോ. അത് ഓരോ ഫ്ലോറിലും ഓരോ ഗാലറീസാണ്. അത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ സ്കൈ വാക്ക് എന്ന് പറയുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഷില്ലോങ് അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡോൺ ബോസ്കോ മ്യൂസിയത്തിലേക്ക് കയറി നോർത്ത് ഈസ്റ്റ് കൾച്ചറും അതൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും. താങ്ക് യു.